കൊല്ലം കോർപ്പറേഷനിൽ കോൺഗ്രസിന് വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ എല്ലാ രീതിയിലുള്ള സാധ്യതകളും തെളിഞ്ഞു കാണുകയാണ്. നിലവിലെ സിറ്റിംഗ് MLA ആയ മുകേഷ് വലിയ തോതിലുള്ള ഗുരുതരമായ ആരോപണങ്ങൾ നേരിട്ടിട്ടും പാർട്ടി എന്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ ഉചിതമായ നടപടിയെടുത്തില്ല? ഇതൊരു വലിയ ചോദ്യമായി അവശേഷിക്കുകയാണ്. പ്രത്യേകിച്ചും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കോൺഗ്രസ് മാതൃകാപരമായ നടപടിയാണ് എടുത്തത്. അതെന്തുകൊണ്ട് ഇവിടെ മുകേഷിൻ്റെ കാര്യത്തിൽ ബാധകമല്ല? ഗോവിന്ദൻ പറഞ്ഞൊരു വാക്കുണ്ട്, മുകേഷ് പാർട്ടി അംഗമല്ല. പക്ഷേ മുകേഷ് കഴിഞ്ഞ 2 തവണ വിജയിച്ചതും അരിവാൾ ചുറ്റിക നക്ഷത്ര അടയാളത്തിൽ തന്നെയാണ്. എന്നാൽ മുകേഷിന് CPIM-ഉമായി യാതൊരു കുലബന്ധവുമില്ല. എന്ത് നാണക്കേടാണെന്ന് ആലോചിക്കണം. ഗോവിന്ദൻ മാഷിനെ പോലെ ഒരാൾ, പ്രത്യേകിച്ചും അദ്ദേഹത്തിനെ പറഞ്ഞിട്ട് കാര്യമില്ല. അദ്ദേഹത്തിൻ്റെ ഭാര്യ ആന്തൂർ നഗരസഭ ചെയർപേഴ്സൺ ആയിരുന്നപ്പോൾ കാട്ടിക്കൂട്ടിയ കോലാഹലങ്ങൾ, അവർ കാരണം ഒരു വ്യവസായിയുടെ മരണത്തിലേക്ക് നയിച്ച കാരണങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഏതായാലും ഇപ്പോൾ കൊല്ലം കോർപ്പറേഷനിൽ വലിയ സാധ്യതകളാണ് കാണുന്നത്. കഴിഞ്ഞ തവണ കപ്പിനും ചുണ്ടിനുമിടയിലാണ് മുകേഷ് കഷ്ടിച്ച് രക്ഷപ്പെട്ടത്. 2000-ഓളം വോട്ടുകൾക്ക് മാത്രമാണ് ജയിച്ചു കയറിയത്. ബിന്ദു കൃഷ്ണ മികച്ച രീതിയിലുള്ള പോരാട്ടമാണ് കാഴ്ചവെച്ചത്. അതിനു മുമ്പ് 18,000-ഓളം വോട്ടുകൾക്ക് ജയിച്ച മുകേഷാണ് നേരെ 2000-ലേക്ക് കൂപ്പുകുത്തിയത് ഭൂരിപക്ഷം എന്നത് ഓർമ്മ വേണം. കൊല്ലം നിയോജക മണ്ഡലത്തിൻ്റെ ലീഡ് ലോക്സഭ കണക്കെടുപ്പിൽ നോക്കിയാൽ 15,000-ഓളം വോട്ടിൻ്റെ ലീഡ് കൊല്ലം നിയോജക മണ്ഡലത്തിൽ തന്നെ നേടിയെടുക്കാൻ NK പ്രേമചന്ദ്രന് തുടർച്ചയായി സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവിടെ UDF-ന് ആധിപത്യമുണ്ട്. RSPക്കും വലിയ രീതിയിൽ പല വാർഡുകളിലും സ്വാധീന ശക്തിയായി മാറി പല വാർഡുകളും പിടിച്ചെടുക്കാനുള്ള ശേഷിയുണ്ട് എന്നുള്ളതാണ്. കോർപ്പറേഷൻ കഴിഞ്ഞ കുറേ കാലങ്ങളായി ഇടതുപക്ഷത്തിൻ്റെ കയ്യിൽ നിന്ന് മുരടിച്ചതുകൊണ്ട് തന്നെ അതിൻ്റെ ഭരണവിരുദ്ധത കുറേ പങ്ക് BJP-യിലേക്ക് എത്തുന്നു എന്നുള്ളതും സത്യമാണ്. കാരണം BJP-ക്ക് കൗൺസിലർമാരെ കിട്ടിത്തുടങ്ങുന്നത് 2015-ന് ശേഷമാണ് എന്നുള്ളത് നമ്മൾ ഓർമ്മിക്കണം. എന്നാൽ കൊല്ലം ജില്ലയുടെ മൊത്തത്തിലുള്ള കണക്കെടുത്ത് നോക്കിയാൽ പൊതുവെ കൊല്ലം ജില്ലയിൽ കോൺഗ്രസ്സിന് MLA-മാരില്ല എന്ന് കളിയാക്കിയെടുത്തു നിന്നും കഴിഞ്ഞ തവണ കരുനാഗപ്പള്ളി, കുണ്ടറ എന്നീ സീറ്റുകൾ മികച്ച രീതിയിൽ അഭിമാനാർഹമായ വിജയമാണ് നേടിയത്. അതിൽ 30,000-ഓളം വോട്ടുകൾക്കാണ് CR മഹേഷ് കരുനാഗപ്പള്ളിയിൽ വിജയിച്ചതെങ്കിൽ 5,000-ഓളം വോട്ടിൽ അവിടുത്തെ മുടിചൂടാ മന്നയായ മേഴ്സിക്കുട്ടിയമ്മയെ പരാജയപ്പെടുത്തിയാണ് PC വിഷ്ണുനാഥ് കുണ്ടറയിൽ വെണ്ണിക്കൊടി പാറിച്ചത്. ഇക്കുറി തെരഞ്ഞെടുപ്പ് ഗോതയിൽ തീർച്ചയായും കൊല്ലത്ത് ഒരുപിടി നേതാക്കളുണ്ട്. പത്തനാപുരം ഉൾപ്പെടെയുള്ള KB ഗണേഷ് കുമാറിൻ്റെ പൊന്നാപുരം കോട്ടയൊക്കെ ഒളിഞ്ഞടുങ്ങാനുള്ള സാധ്യതകളും ഇപ്പോൾ കാണപ്പെടുന്നുണ്ട്. എന്തായാലും കൊല്ലം കോർപ്പറേഷനിൽ ഇത്തവണ UDF-ൻ്റെ ഒരു ആധിപത്യമുണ്ടാകും എന്ന് അരക്കിട്ടുറപ്പിക്കുന്ന തരത്തിലാണ് താഴെത്തട്ടിലുള്ള പ്രവർത്തനം എന്ന വിലയിരുത്തലാണ്. പ്രത്യേകിച്ചും ബിന്ദു കൃഷ്ണ തന്നെയാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത്. അവർ മുൻപ് കൊല്ലത്തിൻ്റെ DCC അധ്യക്ഷയായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ തോതിലുള്ള മാറ്റങ്ങളുണ്ട്. അവർ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ കൊല്ലത്തെ ഇത്തവണ പ്രതിനിധീകരിച്ചാൽ വിജയം ഉറപ്പ് എന്ന് തന്നെയാണ് അവിടെ LDF-ഉം UDF-ഉം പറയുന്നത്.